ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ നമ്മൾ നോക്കുന്നത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് ഇറാനും അമേരിക്കയും തമ്മിലാണല്ലോ ഇപ്പം ഈ റൈവൽറി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളും പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ UK ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. UK ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് പറയാനുള്ള കാരണം, ഇന്നലെ രാവിലെ ട്രംപ് UK കീർ സ്റ്റാർമറിനെ വിമർശിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ. പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത് വളരെ വ്യക്തമായിട്ടാണ്. അതായത് UK കീർ സ്റ്റാർമർ, നിങ്ങൾ 2 വാർഷിപ്പുകൾ ഞങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് സിസ്റ്റമായിട്ട്. നമ്മൾ പല യുദ്ധങ്ങൾ ഒരുമിച്ച് നടത്തിയ ആൾക്കാരാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പൊക്കെ ഉള്ളതാണ്. നമ്മൾ പല മേഖലകളിലും ഒരുമിച്ച് യുദ്ധം ചെയ്തിട്ടുണ്ട്. എവിടെ അമേരിക്ക പോയാലും ഒപ്പം UK ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ എന്തോ നിങ്ങൾ വന്നില്ല. ഇറ്റ്സ് ഓക്കെ, നെവർ മൈൻഡ്. അതിനെക്കുറിച്ച് എനിക്ക് വലിയ വേവലാതികളോ വെപ്രാളങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഓൾറെഡി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ വിജയത്തിൻ്റെ അരികിൽ എത്തിക്കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളുടെ സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും നിങ്ങൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട രാജ്യമാണ് എന്നുള്ള തരത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ശരിക്കും കീർ സ്റ്റാർമറിനെ UK അപമാനിക്കുന്ന തരത്തിൽ തന്നെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ശരിക്കും അപമാനിക്കുന്ന തരത്തിൽ എന്നുള്ളതിലുപരിയായിട്ട് UK സപ്പോർട്ട് അമേരിക്കയ്ക്ക് തരുന്നില്ല എന്നതിലുള്ള അമർഷം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ട്രംപ് എഴുതിയത്. ഇപ്പോൾ അതിനെ തുടർന്ന് ഇന്നലെ വൈകുന്നേരം UK 2 എയർക്രാഫ്റ്റ് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി, അതായത് സൺഡേ ടു മൺഡേ, ആ നൈറ്റിൽ ആക്രമണത്തിന് അമേരിക്കയോടൊപ്പം ജോയിൻ ചെയ്യും UK എന്നാണ് പരക്കെ വാർത്തകൾ വരുന്നത്. ഇതുവരെ ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. എനിവേ അവരെ ഈ സൺഡേ ടു മൺഡേ ആ ഒരു നൈറ്റിൽ അമേരിക്കയോടൊപ്പം ചേർന്ന് യുദ്ധം നടത്തുന്നുവെങ്കിൽ, ഇറാനെതിരെ അവർ ആക്രമണത്തിന് ഇറങ്ങുന്നുവെങ്കിൽ തിങ്കളാഴ്ചത്തെ അപ്ഡേറ്റ്സിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നിലവിൽ ഇതാണ് ആ ഒരു സ്റ്റേറ്റസ്. ആ സ്റ്റേറ്റസാണ് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഒന്നും നടക്കുന്നില്ലേ, ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്നും വാർത്തകൾ പുറത്തു വരുന്നില്ലേ, അവിടെ നടക്കുന്ന വിഷയങ്ങളൊന്നും പുറത്തറിയുന്നില്ല എന്ന മട്ടിലൊക്കെ പലതരത്തിലുള്ള വാർത്തകൾ, ഊഹാപോഹങ്ങളൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇസ്രായേൽ കൃത്യമായിട്ട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതേപോലെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ മിസൈൽ പതിച്ച സ്ഥലം, അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ഡിസ്ട്രക്ഷൻസ്, ശരിക്കും ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്ട്രക്ഷൻസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഫൂട്ടേജ് എല്ലാം തന്നെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഇറാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇസ്രായേലിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് ഇറാൻ്റെ കമാൻഡർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റ് ഞാനിവിടെ വെക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും ഇസ്രായേലിൻ്റെ ഉള്ളിൽ എത്രമാത്രം ഡിസ്ട്രക്ഷൻസ് ആണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് 4 താഡ് സിസ്റ്റം ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. 4 താഡ് സിസ്റ്റം. ഈ താഡ് സിസ്റ്റം എന്ന് പറയുന്നത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് ബേസുകളിൽ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അമേരിക്ക ഡിപ്ലോയ് ചെയ്തിരിക്കുന്നതാണ് ഈ താഡ് എയർ ഡിഫൻസ് സിസ്റ്റം, ഈ THAAD എന്ന് പറയുന്നത്. അപ്പോൾ അത് 4 എണ്ണം അവർ ഇതുവരെ ഈ യുദ്ധം തുടങ്ങി ഇത്രയും ദിവസത്തിനുള്ളിൽ 4 എണ്ണം അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇറാൻ്റെ വാദം. അതിലൊരെണ്ണം ജോർദാനിൽ ആ താഡിൻ്റെ സപ്പോർട്ട് സിസ്റ്റമാണ് അറ്റാക്ക് ചെയ്തത്. ആ താഡ് മിസൈൽ സിസ്റ്റത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു പക്ഷേ ഈ കോർഡിനേറ്റ്സ് റിസീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എറർ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇറാനെ കൊണ്ട്. ഇസ്രായേലിൻ്റെ ഉള്ളിലേക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് മിസൈലുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, കുറേ മിസൈലുകൾ അയച്ചിട്ടുണ്ട്. അതിൽ 4 കാറ്റഗറി മിസൈലുകളുടെ പേര് അവരെടുത്ത് പറയുന്നുണ്ട്. വിവിധ പേരുകളിലുള്ള മിസൈലുകൾ അവർ അയക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ ഉള്ളിലാണെങ്കിൽ വരുന്ന റിപ്പോർട്ട് ക്ലസ്റ്റർ വാർഹെഡുള്ള മിസൈലുകളാണ് അവർ അയക്കുന്നത്. ക്ലസ്റ്റർ വാർഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ മുന്നിൽ ഒരു മിസൈൽ വരും, അതിൻ്റെ മുന്നിൽ 5, 8, 10, 12 സെപ്പറേറ്റ് മിസൈലുകൾ ഉണ്ടാവും, അത്രയും വാർഹെഡ് ഉണ്ടാവും. അപ്പോൾ ഇത് പല സ്ഥലങ്ങളിലായിട്ട് ചിതറിപ്പോയി വീണ് പൊട്ടിത്തെറിക്കും. അങ്ങനെയാണ് ഈ മൾട്ടിപ്പിൾ വാർഹെഡുള്ള മിസൈലുകൾ വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ വാർഹെഡുള്ള മിസൈലുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്, ഇത് അടുത്തെത്തുന്നത് വരെ ഒരു സിംഗിൾ മിസൈലായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത്. പക്ഷേ ആ സാഹചര്യത്തിൽ ഇത് സിംഗിൾ മിസൈലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഈ മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന എയർ ഡിഫൻസ് സിസ്റ്റം എന്ത് ചെയ്യും, ആ റഡാർ കോർഡിനേറ്റ്സിൽ ഒറ്റ മിസൈലായിട്ട് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഒരേ ഒരു ഇൻ്റർസെപ്റ്റർ ആയിരിക്കും മുകളിലോട്ട് പോകുന്നത്, മാക്സിമം 1 or 2. മാനുവലി ഇതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 1 or 2 ഒരേ സമയത്ത് 2 ഇൻ്റർസെപ്റ്റർ മാക്സിമം പോകുമായിരിക്കും. 5 or 6 വാർ ഹെഡുകളാണ് ഉള്ളതെങ്കിൽ ഇങ്ങനെ എയർ സ്പേസിൽ 5, 6 ആയിട്ട് ഇങ്ങനെ ചിതറി വരുന്ന സമയത്ത് അതിനുശേഷം വേണം ഈ റഡാർ കോർഡിനേറ്റ്സ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വീണ്ടും ക്വിക്കായിട്ട് അടുത്ത ഇൻ്റർസെപ്റ്ററുകൾ വിക്ഷേപിക്കാൻ. പക്ഷെ അതിനുള്ളിൽ കൃത്യമായിട്ടുള്ള ടൈം ലൈൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 1 or 2 മിസൈലുകൾ പതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ചാലഞ്ച്. ഈ മൾട്ടിപ്പിൾ വാർഹെഡ് വരുമ്പോഴത്തേക്കും എന്താണ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ചാലഞ്ച്. നോക്കൂ, ഹൈഫയിൽ ഓയിൽ റിഫൈനറിയിൽ ആക്രമണം നടന്നിട്ടുണ്ട്. ആ ഹൈഫ ഓയിൽ റിഫൈനറി ഒരു സൈഡിൽ നിന്ന് കത്തുന്നുണ്ടായിരുന്നു. ഇനിയൊരു ഏരിയ ഉള്ളത് എലിയാത്ത് എന്ന് പറഞ്ഞിട്ടാണ്. ഈ 2 സ്ഥലങ്ങളിലാണ് ഇസ്രായേലിൻ്റെ ഫ്യൂവൽ സ്റ്റോറേജ് ഉള്ളത്.
ഇസ്രായേലിന്റെ ഫ്യൂവൽ സ്റ്റോറേജ് വളരെ നിർണായകമായിട്ടുള്ള ലൊക്കേഷനാണ്. ആ ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇറാൻ ആയാലും ഹിസ്ബുള്ള ആയാലും ഈ ഹൈഫയും ഏലിയാത്തിനെയൊക്കെ ടാർഗറ്റ് ചെയ്യാനുള്ള റീസൺ അതാണ്. കാരണം ഇവരുടെ എയർക്രാഫ്റ്റിന് ഇവരിവിടുന്ന് റീഫ്യൂവൽ ചെയ്യും. ഇവരുടെ എയർക്രാഫ്റ്റിന് വേണ്ട ഫ്യൂവൽ ഇവിടെയാണുള്ളത്. ഈ രണ്ട് സ്ഥലങ്ങളും ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തിയാൽ ഇസ്രായേലിനെ തടയാൻ കഴിയും എന്ന് ഇറാനും ഹിസ്ബുള്ളയൊക്കെ കരുതുന്നുണ്ടാവാം. പക്ഷേ ഇസ്രായേലിന് വേറെ പല മാർഗങ്ങളുണ്ട്. അതൊക്കെ തന്നെ കോൺഫിഡൻഷ്യലായിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ ഹൈഫ എലിയാത്ത് എന്ന് പറഞ്ഞ രണ്ട് ലൊക്കേഷനെ ഇറാനും ഹിസ്ബുള്ളയും ടാർഗറ്റ് ചെയ്യുന്നത് ഇതാണ് മെയിൻ റീസൺ. ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം, ഞങ്ങൾക്ക് അറിയില്ല എന്ന മട്ടിലാണ് ഇവരുടെ ഒഴുക്കൻ മട്ടിലാണ് ഇവരുടെ റെസ്പോൺസ് ഇറാൻ്റെ. ഇപ്പോൾ ഇറാൻ കൂടുതലായിട്ട് എയിം ചെയ്യുന്നത്, അവരുടെ കമാൻഡർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ കൂടുതലായിട്ട് എയിം ചെയ്യുന്നത് അമേരിക്കൻ ബേസുകളെയാണ്. ഇസ്രായേലിനെ അവർ കൂടുതലായിട്ട് എയിം ചെയ്യുന്നില്ല. ഇസ്രായേലിന് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൈം ടു ടൈം അവർ മിസൈൽ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ചില ദിവസങ്ങളിൽ 4 തവണ, ചില ദിവസങ്ങളിൽ 3 തവണ, ചില ദിവസങ്ങളിൽ 2 തവണ, ഇങ്ങനെയൊക്കെയാണ് ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ എയിം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളതാണ്. US-ന്റെ ബേസ് ടാർഗറ്റ് ചെയ്താണ് ഇവർ നടത്തുന്നത്. അതിനുള്ള എക്സ്പ്ലനേഷനും അവരിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇറാന്റെ പക്കൽ നിന്നും വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അവർക്കും ഇസ്രായേലിന്റെ ഉള്ളിൽ എന്താണ് എക്സാക്ട്ലി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല. ഇസ്രായേലിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഒഫീഷ്യലി പുറത്തിറക്കിയിട്ടുണ്ട്. അതിനകത്ത് 1929 പേര് ഇതുവരെ ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇസ്രായേൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1929 പേര്. അതിൽ 129 പേര് കഴിഞ്ഞ 24 മണിക്കൂറിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്. സാറ്റർഡേ നൈറ്റ് മുതൽ സൺഡേ നൈറ്റ് വരെയുള്ള ആക്രമണങ്ങളിൽ 129 പേര് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇസ്രായേലിന്റെ കണക്ക് പുറത്തു വരുന്നത്. ഇതുവരെ മരണനിരക്ക് 11 പേരെന്നാണ് കണക്ക് കൂട്ടുന്നത്. പ്ലസ് 2 സോൾജേഴ്സ് ലെബനന്റെ ഭാഗത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് ലെബനന്റെ ഉള്ളിൽ ഹിസ്ബുള്ളക്കെതിരെ ഗ്രൗണ്ട് ഓപ്പറേഷന് പോകുന്ന സമയത്ത് ഏതാണ്ട് 600 ഹിസ്ബുള്ള സോൾജേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് 2 ഇസ്രായേലി സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്, IDF ഉദ്യോഗസ്ഥർ. അത് കൂടാതെയാണ് ഈ 11 പേരെന്ന് പറയുന്നത് സിവിലിയൻ മാത്രമാണ്. അപ്പൊ ഇതുവരെ ഇസ്രായേലിന്റെ സിവിലിയന്റെ കണക്കിൽ 11 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ സൈഡിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ്. 1929 പേര് ഹോസ്പിറ്റലൈസ്ഡ് ആയ സ്ഥിതിക്ക് മരണനിരക്ക് ഇതിൽ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് മറ്റു പല മാധ്യമങ്ങൾ, അതായത് ഈ ലെഫ്റ്റ് വിങ് സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള മാധ്യമങ്ങൾ ഇതുമാതിരിയുള്ള വാർത്തകളൊക്കെ അടിച്ചിറക്കുന്നുണ്ടെങ്കിൽ, ചില മാധ്യമങ്ങളാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ അവിടെ ഇല്ല, ഇസ്രായേൽ മൊത്തത്തിൽ വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. അതുപോലെ ടെല്ലവീവ് മൊത്തത്തിൽ പോലെ ചുരുട്ടി മടക്കി വെച്ചിരിക്കുകയാണ്. ടെല്ലവീവിൽ ഒരു ബിൽഡിംഗ് പോലും ഇല്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ അടിച്ചിറക്കുന്നുണ്ട്. പല ഇല്ലുസ്ട്രേറ്റഡ് AI വീഡിയോകളും പുറത്തിറങ്ങുന്നുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇസ്രായേലിന് ഒരു കുലുക്കവുമില്ല. ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് കണക്കുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഏതായാലും ഇറാൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ ആക്രമണം ഇസ്രായേൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേൽ തന്നെ പുറത്തു പറയുന്നുണ്ട്. ഇനി ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി, പുള്ളിക്കാരൻ്റെ സ്റ്റേറ്റ്മെന്റ്, ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു യുദ്ധം ആവശ്യമാണ്, യുദ്ധം നടക്കട്ടെ, ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധം നടത്തിയ സമയത്ത് തന്നെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഞങ്ങളുടെ കാലി പിടിച്ചിട്ടാണ് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചത്. സോ ലെറ്റ് ദ വാർ കണ്ടിന്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇറാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ സൈക്കോളജിക്കലി ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണിത്. ഈ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഒരു ഭീതി പടർത്തുക. കാരണം എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് ഇപ്പൊ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു 6 മാസത്തേക്ക് ഞങ്ങൾക്ക് ഒരു വിഷയമില്ല, ഞങ്ങളുടെ അടുത്ത് എല്ലാ സ്റ്റോക്ക് പൈൽസും ഉണ്ട്. മിസൈലുകളായിക്കോട്ടെ, ഡ്രോൺ ആയിക്കോട്ടെ, സ്ട്രീമർ ബോട്ടുകളായിക്കോട്ടെ, അതേപോലെ വാർഷിപ്പുകളായിക്കോട്ടെ, ഞങ്ങളുടെ എല്ലാ സ്റ്റോക്ക് പൈൽസും ഞങ്ങളുടെ അടുത്ത് റെഡിയാണ്, യാതൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കില്ല. അടുത്തൊരു 6 മാസത്തേക്ക് യുദ്ധം നടത്താൻ വേണ്ടിയിട്ടുള്ള സകല സന്നാഹങ്ങളും ഞങ്ങളുടെ പക്കലുണ്ട്. ഞങ്ങൾ റഷ്യയുമായിട്ട് ഓൾറെഡി തന്നെ ഡിഫൻസ് ജോയിന്റ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. റഷ്യ ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ തരും എന്നും കൂടി പറയുന്നുണ്ട്. റഷ്യ അവിടെ യുക്രൈനുമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് സപ്ലൈ തരും എന്നുള്ള ഉടായ്പൊക്കെ ഇറക്കുന്നത്. ഇതൊരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന തരത്തിലാണ് ഈ അബ്ബാസ് അരക്ചി പറഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ 6 മാസം യുദ്ധം നടക്കുന്നു എങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഒരു കനത്ത സമ്മർദ്ദം അമേരിക്കയുടെ മേളിൽ ഇടും. എന്തിനു വേണ്ടിയിട്ട്? 6 മാസമോ? ഇത് എങ്ങനെ സംഭവിക്കും? 6 മാസം സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അടച്ചിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ കച്ചവടം എന്താവാനാണ്? അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രഷർ ഇട്ട് കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലിനെയും സമ്മർദ്ദത്തിലാക്കാം എന്ന് ഇറാൻ കരുതുന്നുണ്ട്. പക്ഷേ ഇവിടെ അതല്ല വിഷയം. ഇവിടെ അമേരിക്ക തിരിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. ട്രംപ് ആണെങ്കിൽ എൻ്റെ പിന്നിൽ നിൽക്കുന്ന നോക്കൂ, ആരാണ്? വാർ സെക്രട്ടറി, ഡിഫൻസ് മിനിസ്റ്റർ പീറ്റർ ഹെഗ്സെത്ത്. 4 ദിവസം കൊണ്ട് ഞാൻ ഈ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓയിൽ പ്രൈസ് ഞാൻ കുറച്ച് കാണിക്കാം എന്നുള്ള വീമ്പൊക്കെ ഇളക്കിയിട്ടുണ്ട് ട്രംപ്. ഇനിയിപ്പം ഇത് നേരെ ചൊവ്വയുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ പദ്ധതി ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ട്രംപ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 4 ദിവസം കൊണ്ട് എണ്ണ വില ഞാൻ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ നിന്നും സൗദി അറേബ്യ ഇപ്പുറത്ത് റെഡ് സീയുടെ ഭാഗത്തേക്ക് അവരുടെ കംപ്ലീറ്റ് ട്രാൻസ്ഷിപ്മെന്റ് മാറ്റിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് എണ്ണ കിട്ടും, റെഡ് സീയുടെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ എണ്ണ കിട്ടും, ആർക്ക് വേണമെങ്കിലും പോയി വാങ്ങിക്കാം.
പക്ഷേ ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞാൽ ഇറാഖിലുള്ള വലിയ എണ്ണപ്പാടം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ ആ എണ്ണപ്പാടം ശരിക്കും 1.8 മില്യൺ ബാരൽ പെർ ഡേ ഓയിൽ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരുന്ന എണ്ണപ്പാടമാണ് ആക്രമിക്കപ്പെട്ടത്. കഴിഞ്ഞ 8 ദിവസമായിട്ട് ഇറാഖിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓയിൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മില്യൺ മാത്രമാണ്. അപ്പോൾ അതായത് 50% ബിലോ പോയിരിക്കുകയാണ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇത് ഡെഫിസിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇതാണ് മാർക്കറ്റിലെ എണ്ണ വില ഉയരാനുള്ള കാരണം ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണല്ലോ. അപ്പോൾ അത്തരത്തിലാണ് ഈ പ്രൈസ് ഇപ്പം ഉയർന്നു നിൽക്കുന്നത്. അപ്പം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള കുറച്ച് രാജ്യങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ റെഡ് സീഡ് റൂട്ടിലൂടെ മാക്സിമം എത്രത്തോളം ട്രാൻസ്ഷിപ്മെന്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള ഷിപ്മെന്റ് വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ട്. എനിവേ പാരലലി പലതരത്തിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. റഷ്യൻ ഓയിൽ മാർക്കറ്റിലേക്ക് അലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ വില കുറച്ച് പിടിച്ചു നിർത്താൻ പറ്റുമെന്നാണ് അമേരിക്ക കരുതുന്നത്. അതിനുള്ളിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന്റെ കൺട്രോൾ അമേരിക്ക ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കിട്ടുമെന്നാണ് അമേരിക്ക കരുതുന്നത്. വരും വരായികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള ഒരു ആശങ്കയിലാണ് മറ്റുള്ള ലോകരാജ്യങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്. ഇറാന്റെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് സ്മാർട്ട് പ്ലേ ആണ്. ഇതൊരു സ്മാർട്ട് പ്ലേ കളിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതാണ്. അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ അവരെ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ അമേരിക്കയും ഇസ്രായേലും അനുവദിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിവേ ലെറ്റ് us see. അതുപോലെ ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ലറ്റാക്കിയ എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ശരിക്കും ബെയ്റൂത്തിൽ ഹിസ്ബുള്ളയുടെ സ്ട്രോങ് ഹോൾഡ് ഉള്ള സ്ഥലങ്ങൾ ഒന്നുപോലും ബാക്കി വെക്കാത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത്, തകൃതിയായിട്ടുള്ള ആക്രമണം. ഈ വീഡിയോയിൽ നമ്മൾ അമേരിക്കയും ഈ വാറിന്റെ ഒരു സിറ്റുവേഷൻ അത് ഇപ്പം നിലവിൽ ഏത് പൊസിഷനിലാണ് എത്തി നിൽക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ആക്രമണങ്ങളും അവിടെ ആക്രമണം ഇവിടെ ആക്രമണം ഇതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.